Hello guys, welcome back to another episode of Shion's Haji Music with RJ and Pen. യോ ചൂടെടുത്തുമ്പോളേ ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇല്ല, നിന്റെ വീഡിയോ ഓടില്ലടി. പിന്നെ എത്ര ഓടും നമുക്ക് കണ്ടറിയാം. അപ്പൊ കേസ് എന്തായാലും രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുതി ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്യാണ് ഇന്ന് ഉച്ചക്ക് വീട്ടിൽ ഫുഡ് വെക്കണമെന്നുള്ളത്. രാവിലെ എന്തോ വലിയ ആൾക്കാർ വിചാരിക്കണ്ട ഇതൊക്കെ എന്തിനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ആഹാരം വെച്ചത് വീഡിയോ എടുക്കാൻ നേരാണ്. അതിനുശേഷം അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ആയതിനാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിടും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ രാവിലെയൊക്കെ വിചാരിച്ചിരുന്നു. രാവിലെ എണീറ്റു, ഞാന് ലുലു പോയി ഫുഡ് മേടിക്കാം, ലുലു പോയി സാധനം വാങ്ങിക്കാന്നൊക്കെ ബിബിയുടെ അടുത്ത് പറഞ്ഞു. വലിയ മൈൻഡൊന്നും ഇല്ലാതെ അവിടെ ഇരുന്നു. ഞാൻ പിന്നെ ഇൻസ്റ്റാമാർട്ടിലൊക്കെ കുറച്ച് നേരം സ്ക്രോൾ ചെയ്ത് സാധനമൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് 12 മണിയായി. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഉച്ചക്ക് 1 മണി ടൈമിന്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ശരിയാ, ആദ്യമായിട്ടുള്ള ആഫ്റ്റർ എ വെരി ലോങ് ടൈം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാന്നുള്ള എന്താണ് ഈ വീഡിയോയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട്സ് ദ മാറ്റർ ഡാർലിംഗ്? ഫുഡ് ഉണ്ടാക്കാന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് വീഡിയോയുടെ മെയിൻ ലക്ഷ്യം. പക്ഷെ ഇന്ന് സംഭവിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കാരണം പുറത്തുനിന്ന് തന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് രാത്രി ഫുഡ് ഉണ്ടാക്കാന്നുള്ള പ്ലാനിലായി. അപ്പൊ റീലിൽ കണ്ട ഒരു പുതിയ റെസ്റ്റോറന്റ് ട്രൈ ചെയ്യാൻ പോവാണ്. റെസ്റ്റോറന്റ് അല്ല, നമ്മുടെ ഒരു നാടൻ ഭക്ഷണശാല എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇല്ലടാ, അതിന് റെസ്റ്റോറന്റ് തന്നെയാണ് ഇംഗ്ലീഷിൽ പറയാ. എന്തായാലും അങ്ങനെ ഉള്ളൊരു സ്ഥലത്തോട്ട് പോവാണ്. വഞ്ചൂരാണ് സ്ഥലം. 50 രൂപയ്ക്ക് ഊണ് കറക്റ്റ് കോടതിയല്ല, വഞ്ചൂർ. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, വെഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്നു. തിരുവനന്തപുരം അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിൽ CPM അവരുടെ ഒരു സമ്മേളനത്തിനിടെ സ്റ്റേജ് കിട്ടിയിട്ട് ആകെ വിഷയമായി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് ഈ സ്ഥലം. അപ്പൊ എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. നമുക്ക് നല്ല അടിപൊളിയായിട്ടാണ് കൊണ്ട് വിളമ്പിത്തരുന്നത് കേട്ടോ. അവിടെ ഫുഡൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് അവിടുത്തെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നമുക്ക് കൊണ്ട് ഫുഡ് തരുന്നത്. അപ്പം ഞാൻ കക്ക മേടിച്ചു, കക്കയും നെത്തോലിയും. അത് രണ്ടും എൻ്റെ പ്ലേറ്റിൽ തന്നെ അവൻ ഇടിച്ചു. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മല പോലെ. എന്നിട്ട് നെത്തോലി മൊത്തം അവനും തന്നെ എടുത്തിട്ട് പോയി. ഞാൻ കക്ക കൂട്ടിയാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇറ്റ് വാസ് പ്രെറ്റി ഗുഡ്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് കഴിക്കണ പോലെ അല്ല, നല്ല ഒരു ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും വീട്ടിൽ വെച്ച ഫുഡ് പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. വഞ്ചൂര് കോടതിയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ കട. എന്തോ തീറ്റയാടി നീ തിന്ന് കയറ്റുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ പണ്ട് മുതലേ വെച്ചിട്ടുള്ള ഒരു പോളിസിയാണ്. നമ്മ മനുഷ്യന്മാരെല്ലാരും പണിയെടുക്കുന്നതും ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ തിന്നാൻ വേണ്ടിയാണ്. കഴിക്കാനും കഴിച്ച് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ സന്തോഷിപ്പിക്കാനും അല്ലേ, അല്ലാതെ ഇതൊക്കെ വെറുതെ തള്ളല്ലേ. പറയണ പോലെ ഞാൻ ഒരുപാടൊന്നും കഴിക്കാറില്ല. ഞാൻ കുറച്ച് കഴിക്കാറുള്ളൂ ഫുഡ്. ഒരുപാട് വാങ്ങിച്ചു വെക്കും പക്ഷെ കഴിക്കൂല, അങ്ങനെ പറ. ഒരുപാട് വാങ്ങിച്ചു വെക്കുന്നു. ഒരു മീൻ ഫ്രൈ ഒന്നല്ലാതെ അവര് പിന്നെ എനിക്ക് അരയായിട്ട് തരുമോ? എനിക്കത് കഴിക്കണമെന്നുണ്ട്. പിന്നെ വയറ് നിറഞ്ഞടി. അല്ല നടന്നേ, നല്ല ഫുഡ് ആയിരുന്നു കേട്ടോ. കുറച്ച് നാളായി ഞാൻ ചോറ് കഴിച്ചിട്ട്. ഞാൻ അങ്ങനെയല്ല, അതുകൊണ്ടല്ല, ഞാൻ അല്ലാതെ തന്നെ ഒരു ഡയറ്റിലൊക്കെ ആയിരുന്നു. ഡയറ്റ് എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡില് കുറച്ച് ബിരിയാണി കഴിക്കും. പക്ഷെ ഞാൻ എടുക്കുന്ന ഇൻടേക്സിൽ കുറച്ച് ഡിഫറൻസ് വരുത്തി ഫുഡിന്റെ നമ്പറും ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു വന്നോണ്ടിരുന്നത്. ചോറ് കഴിക്കുന്നില്ലായിരുന്നു. ബിരിയാണിയുടെ 100 അരി എണ്ണി വെച്ചാണ് കഴിച്ചോണ്ടിരുന്നത്. ലുലു പോണോ? രാത്രി ഫുഡ് ഉണ്ടാക്കണ്ടേ, സാധനം വാങ്ങണ്ടേ രാത്രിയെങ്കിലും. ഇന്നത്തെ ദിവസം ഈ വീഡിയോയിൽ എന്തായാലും എന്റെ ഫുഡ് ഉണ്ടാക്കൽ ഞാൻ കാണിച്ചിരിക്കും. എന്ത് സംഭവിച്ചാലും കാണിച്ചിരിക്കും. അപ്പൊ എന്തായാലും ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ആക്ച്വലി നീ ഫുഡ് ഉണ്ടാക്കുന്നത് ഞങ്ങളെ എന്തിനാടി കാണിക്കണത്? നീ എന്റെ ചാനലിലെ വീഡിയോ കയറുന്നിട്ട് എനിക്കിട്ട് തന്നെ വെക്കാൻ വേണ്ടിട്ടാണ് സൈഡിൽ കയറിയിരിക്കുന്നത്. അപ്പൊ നീ റിവ്യൂ പറ, ഈ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു. ശരിക്കും വീട്ടിൽ നിന്ന് കഴിക്കണ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കടയുടെ പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത്തിപ്പൂരം, തിരുവനന്തപുരം സ്ലാങ്ങിൽ പറയണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ കൊള്ളാം കേട്ടോ. നൈസ് ഫുഡ്. ലൈക്ക് ഒരുപാട് ഇതൊന്നും പറയാനൊന്നും. ഒന്നാമത് ഈ മറ്റേ യൂട്യൂബ് കുറെ പേര് വരുമല്ലേ, ഫുഡ് ചാനൽസ് ഉള്ളവർ വന്നിട്ട് ചോറിന്റെ വേവിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആൻഡ് ഫിഷ് വാസ് നോട്ട് ദാറ്റ് ഫ്രൈ ബ്രോ.
എന്നൊന്നും പറയാൻ നമുക്ക് അറിഞ്ഞൂടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് കഴിക്കണമല്ലോ. എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് അല്ലാതെ മീൻസ് ഹോം ലൈക്ക് ഏതെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് അല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് കക്ക കഴിച്ചത്, കക്ക ഫ്രൈ കഴിച്ചത്. അത് യൂഷ്വലി അതിൻ്റെ ചിലപ്പോൾ മണ്ണും സാധനമൊക്കെ ടേസ്റ്റ് ഒക്കെ വരും എവിടെ നിന്നും പുറത്തുനിന്ന് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ. പക്ഷെ ഇത് നല്ല സ്ഥലത്ത് കഴിക്കാത്തോണ്ടാണ് ഞാൻ ട്രോളാൻ. അതെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ എനിക്കിട്ട് വെക്കാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്. അപ്പൊ അതൊന്നും ഇല്ലായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. നല്ല സിമ്പിൾ ഹംബിൾ, ചുമ്മാ കൊള്ളാം, പൊളി ഐറ്റം. വിശപ്പ് മാറ്റാൻ പോയി കഴിക്കാൻ കൊള്ളാം. നോട്ട് ഫാൻസി ബട്ട് ദെൻ ഇറ്റ്സ് ഗുഡ്. പക്ഷെ ഒരു സ്കൂള് വിട്ട് ആ സ്കൂളിലെ ഫുൾ പിള്ളേര് വന്നാലും അവിടെ ഏരിയ ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിരുന്ന് കഴിക്കാം. തിരക്കൊന്നും ഒരു വിഷയമാവുന്ന സ്ഥലമല്ല. പണ്ട് നമ്മുടെ ഇവിടെ പുളിശ്ശേരി കട എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു രീതിയിലാണ് സീറ്റിംഗ് ഒക്കെ. പക്ഷെ അത്രയും കൺജസ്റ്റഡ് അല്ല, നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് കാറ്റ് കൊണ്ട് തന്നെ ഇരുന്ന് കഴിക്കാം. ചില സമയത്ത് ചില ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ നമുക്ക് ചൂടെടുത്ത് പ്രാന്ത് എടുക്കും. പക്ഷെ അങ്ങനത്തെ ഫീലൊന്നും ഇല്ല. ഇനി പക്ഷെ നല്ല ക്രൗഡ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ വന്നപ്പോ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കൂടുതൽ ക്രൗഡ് വന്നാലും അവിടെ സ്പേസ് ഇട്ടിട്ടുണ്ടാ, എയർ പോവാൻ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവര് സെറ്റ് ചെയ്തേക്കുന്നത്. ഫ്രൈ ചെയ്യുന്ന കിച്ചൺ ഒക്കെ ആക്ച്വലി ഫ്രണ്ടിൽ തന്നെയാണ്, നമുക്ക് കാണാം എന്തൊക്കെയുണ്ട് അതിന്റെ മണമൊക്കെ. ഇങ്ങനെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള പ്രൊമോഷൻ ആണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല ഗൈസ്, പെയ്ഡും അല്ല പ്രൊമോഷൻ ആയിട്ടല്ല. നമുക്ക് കഴിക്കാൻ പോയി തോന്നി കഴിച്ച്. അപ്പൊ അതിന്റെ ഒരു ഒറിജിനൽ റിവ്യൂ അതിനകത്ത് ചുമ്മാ എടുത്ത് ഇടാം. കാണുന്നവർ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മള്. ഇനി നമുക്ക് ലുലുവില് പോവാം. പിന്നെയും പ്ലാൻ മാറി. ഫുഡ് വാങ്ങി സാധനം വാങ്ങിക്കാൻ വന്നിട്ട് ഞങ്ങളുടെ രേഖാചിത്രം സിനിമയ്ക്ക് കയറാൻ പോവാണ്. കാണുന്നുണ്ടായിരുന്നു കുറെ ആയിട്ട്. അതെ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞങ്ങള് സിനിമക്ക് പോയിട്ട് കുറെ ആയി, ഒരുപാടായി. ലാസ്റ്റ് കണ്ടത് ബറൂസ് ആണ്, ക്രിസ്മസിന്റെ അന്ന്. പടം കണ്ടിട്ട് സാധനം വാങ്ങി വരാം. വണ്ടിയില്ലേ, നീ എഴുന്നേറ്റപ്പോ വണ്ടി പൊന്തി. ആരെണീറ്റാലും പൊങ്ങും. അങ്ങനെയല്ലടി. സിനിമ കണ്ടു, രേഖാചിത്രം വാസ് ഗുഡ്. ആൻഡ് അതിനുശേഷം നേരെ ലുലുവിൻ്റെ ഹൈപ്പറിൽ പോയി വെജിറ്റബിൾസും ഫുഡ് ഉണ്ടാക്കലും പ്ലാനൊക്കെ മാറിയിട്ട് അവസാനം ഫ്രൂട്ട്സ് മേടിച്ചു. അത് മാത്രമേ വാങ്ങിയുള്ളൂ. രമണി അതുകൊണ്ട് പച്ചക്കറി കണ്ടപ്പോ എനിക്ക് തിരിഞ്ഞ് ഫേസ് ഇങ്ങോട്ട് കാണിക്കൂ, മുഖം നോക്കി പറ. പച്ചക്കറി കണ്ടപ്പോ എനിക്കൊരു വല്ലൈമ. ഛർദിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. ഇനി വല്ല പ്രഗ്നൻസി ഓക്കെ. അല്ല അപ്പൊ എന്തോ ഇന്നെന്തോന്ന് സാധനങ്ങളെല്ലാം വാങ്ങുന്നു, അടുക്കളയിൽ പോകുന്നു, പാചകം ചെയ്യുന്നു. എടാ ഞാനിത് എന്തോരം കണ്ടു. ഓക്കെ, ഒരു സമാധാനമായില്ലേ ഇപ്പൊ? വീട്ടിൽ പോ. പക്ഷെ അതിന്റെ ഇടയിൽ എന്തായാലും നമ്മള് രേഖാചിത്രം കണ്ടു. പറഞ്ഞു നിർത്തിയത് സിനിമയെ പറ്റിയിട്ടാണ്. ഇവിടെ ഒരു മാസ് ഡയലോഗ് ഇല്ലാതെ ഒരുപാട് മാസ് കാണിച്ചത്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മാസല്ല, ലൈക്ക് ഭയങ്കര പീസ് ആൻഡ് സിമ്പിൾ സ്റ്റോറിയാണ് ആക്ച്വലി. പക്ഷെ അതിനെ പ്രസന്റ് ചെയ്ത രീതി എന്നൊക്കെ പറയില്ല നമ്മൾ ചില സമയത്ത്, അത് അടിപൊളിയായിട്ടുണ്ട്. കുറെ നാളിന് ശേഷം സിനിമ കണ്ട, പക്ഷെ ഒരു സന്തോഷം തോന്നി കണ്ടിറങ്ങിയപ്പോ. ചില സമയത്ത് അങ്ങനെയല്ല. കുറെ നാളിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാള് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി ബറോസ് കാണുന്നത്. കണ്ടാ സത്യം. അങ്ങനെ ബറോസ് കണ്ടതും ഹലോ അപ്പൊ എന്തായാലും ബറോസ് കണ്ട് വെറുത്തു. ഇൻ ബിറ്റ്വീൻ ഒരു കോൾ വന്നു, അതാണ് പറ്റിപ്പോയത്. ബിസിനസ് കോൾസ് യുനോ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബറോസ് കണ്ടതോടെ എനിക്ക് പിന്നെ സിനിമ കാണാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അങ്ങനെ ലാലേട്ടൻ ചെയ്തു വെച്ചതിനെ മോശം പറയല്ല, പക്ഷെ അത് എനിക്കറിയില്ല, ആൾക്കാർക്ക് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി സിനിമ എടുത്ത് കൊടുത്ത ഫീൽ ഉണ്ടായിരുന്നു. അതിന് ഇത്രയും ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ടായിരുന്നു. അതാണ് അതിന്റെ സത്യം. പച്ചയ്ക്ക് പറഞ്ഞുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു, തൃപ്തി വന്നു. സിനിമ കഴിഞ്ഞ് താഴെ ഹൈപ്പർ ചെന്നപ്പോഴത്തേക്ക് അതായത് ഈ വീഡിയോയുടെയും ഇന്നത്തെ ദിവസത്തിന്റെയും ഇവളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വയം കുക്ക് ചെയ്യുക, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. എന്തായാലും അതെല്ലാം തീർന്നു, കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ വീട്ടിൽ പോയി കിടന്ന് കുറച്ചു നേരം ഉറങ്ങാൻ പോകണം. എനിക്ക് കളി കാണാനുണ്ട്. സോ മാച്ച് ഡേ നീ ഇരുന്ന് കളി കണ്ടോളൂ, ഞാൻ കുറച്ചു നേരം
ഓവറാക്കണ്ട. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ഇന്നത്തെ വീഡിയോ മൊത്തം ഈ കാറിൽ തന്നെ ആയിപ്പോയി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. അടുത്ത ദിവസം തന്നെ ഞാൻ അടുത്ത വീഡിയോ കൊണ്ടുവരും. ബൈ. വീഡിയോ ഇത്രയും വരെ കണ്ടെത്തി സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ആദ്യം ഞെക്കിയിട്ടേ വീഡിയോ കാണാവുള്ളൂ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി എനിക്ക് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഡിഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, ഞാൻ ശ്രമിച്ചു നോക്കാം. പിന്നെ ആദ്യം നീ ഉണ്ടാക്കി എന്നിട്ട് നീ ഓക്കെ ഗൈസ്, ബൈ ബൈ.